നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മാഷ് വിൽക്കാൻ വെച്ച വീട് മനീഷയുടെ പേരിൽ എടുത്താൽ മതിയല്ലോ. അത് വേണോ അച്ഛാ? പണം കൊടുത്ത് സഹായിച്ചാ മതി, വീട് വാങ്ങിക്കണ്ട. എന്റെ മുന്നിൽ അനുപമ ചേച്ചിയും കുടുംബവും ചെറുതാവുന്നത് എനിക്കിഷ്ടമല്ല. എന്തായാലും ഇപ്പൊ നമ്മൾ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. മാഷ് മറ്റു പല വഴികളും നോക്കുന്നുണ്ട്. മനീഷ പറഞ്ഞതുപോലെ നമ്മൾ ആ വീട് വാങ്ങിയ പലരും പല രീതിക്കായിരിക്കും അതിനെ കാണുന്നത്. അത് വേണ്ട. കുടിച്ചോ കുടിച്ചോ. ഒലിച്ചു കുടിച്ചോ. എന്താ മോന് കുടിക്കാൻ പറ്റുന്നില്ലേ? നമുക്കേ ഈ സ്ട്രോ ഇവിടെ നിന്ന് എടുത്ത് കളയാം. കുടിച്ചോ. ഓ, അത് വേണ്ട, ഇങ്ങനെ കുടിച്ചോ. അനുവിന് എന്തെങ്കിലും കഴിക്കാൻ വേണോ? വേണ്ട. ഇത്രയും സമയമായില്ലേ, വീട്ടിലെത്താൻ വൈകും. എന്തെങ്കിലും വേണമെങ്കിൽ കഴിച്ചോ. എനിക്കൊന്നും വേണ്ട. എനിക്ക് ഈയിടെയായി വിശപ്പൊന്നും തോന്നാറില്ല. നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. വീട് വിൽപ്പന മുടങ്ങിയതല്ലേ നിന്റെ പ്രോബ്ലം. എന്റെ പരിചയത്തിൽ 1-2 ബ്രോക്കർമാരുണ്ട്. ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിച്ചു നോക്കാം. നടക്കാനിരുന്ന കച്ചവടം മുടക്കിയിട്ട് സഹായം ഓഫർ ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാട്ടോ. അത് നിങ്ങൾ അമ്മയ്ക്കും മകനും മാത്രമേ സാധിക്കൂ. കഴിഞ്ഞത് കഴിഞ്ഞു. വീട് കച്ചവടം നടക്കുന്നവരെ നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? നീ വീട്ടിലേക്ക് വാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. അതിന് ഞാനെന്തിനാ വരുന്നത്? എന്റെ ആവശ്യം ആ വീട്ടിലില്ലല്ലോ. പിന്നെ ഒരു വീട്ടുജോലിക്കാരിയാണ് ആവശ്യമെങ്കിൽ എനിക്കതിന് തീരെ താല്പര്യമില്ല. നീ എന്തിനാ എല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണുന്നത്? കാര്യങ്ങൾ എങ്ങനെ കോംപ്രമൈസ് ചെയ്യാന്നാ ഞാൻ നോക്കുന്നത്. എന്ത് കോംപ്രമൈസ്? നിങ്ങൾക്ക് വേണ്ടത് കൂലിയില്ലാത്തൊരു ജോലിക്കാരിയെ മാത്രം. അതിനി ഞാനില്ല. വീട്ടുകാര്യങ്ങൾ നോക്കണമെങ്കിൽ ഒരു ജോലിക്കാരിയെ നിർത്ത്. നിന്റെ അഹങ്കാരം അത് മാത്രമാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇപ്പൊ പോലും ഞാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുമ്പോ നീ അത് വഷളാക്കാനാ ശ്രമിക്കുന്നത്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നിനക്ക് ഒതുങ്ങാറായില്ലേ? ഒന്നുമില്ല. കിടന്നു. പോവാട്ടോ. കുഞ്ഞിനെ ഇങ്ങിതാ, ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോവാനാ. ഇങ്ങിതാ. വേണ്ട, എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ശരി, ആയിക്കോട്ടെ, പോയിക്കോ. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോ ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാ. പോവും. എടി, നിനക്കേ ഒരു വിചാരമുണ്ട്. നീ വിചാരിച്ചാൽ മാത്രമേ എല്ലാം നടക്കൂന്ന്. എടി, അത് നിന്റെ വെറും തോന്നലാനോ? ആര് പറഞ്ഞു? കാര്യങ്ങൾ സ്വയം ചെയ്തു. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കൊണ്ടുപോയിക്കോ. വാടാ, നമുക്ക് പോവാം. ഇനിയും എന്റെ കുഞ്ഞിനെ ഇവളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കും അവകാശമുണ്ട്. ഇനി കുഞ്ഞിനെ വേണമെങ്കിൽ അവള് തിരിച്ചു വരട്ടെ.
ഇന്ദ്രേട്ടനും കുഞ്ഞ് ഇതുവരെ വരാത്തെ? ഇന്ദ്രേട്ടാ, മോനെ, വിച്ചുമോനെ, അയ്യോ കാണുന്നില്ലല്ലോ, എവിടെ പോയി? ഇന്ദ്രേട്ടാ, വിച്ചുമോനെ, അയ്യോ, ഇന്ദ്രേട്ടാ, വിച്ചുമോനെ, അതെ, എന്റെ കുഞ്ഞിനെ കണ്ടോ? എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ചേച്ചി ടെൻഷനാവാതെ എവിടെയെങ്കിലും കാണും. എന്താ എന്താ മോളെ, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞിനെ കാണുന്നില്ല. ഒരാളെ കുഞ്ഞിനെ എടുത്ത് ഓട്ടോയിൽ കയറി പോകണല്ലോ. അയ്യോ, എന്റെ മോൻ. അതെ, പോലീസ് കംപ്ലൈന്റ് കൊടുക്കണോ? അയ്യോ, അതൊന്നും വേണ്ട. കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്ന അവന്റെ അച്ഛൻ തന്നെയാ. അച്ഛനോ? ഞങ്ങള് തമ്മില് ചെറുതായൊന്ന് പിണങ്ങിയായിരുന്നു. അതിന്റെ വാശിയിൽ ചിലപ്പോ ഓ, കൊണ്ടുപോയതായിരിക്കും. അതാണോ? അതിനാണ് ഇത്ര വലിയ വിഷയം ഉണ്ടാക്കിയത്. ഇവരുടെ ഓരോ കാര്യങ്ങളെ. നിങ്ങളൊക്കെ വലിയ വിവരമുള്ളവരല്ലേ? എന്തിനാ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങള് കുഞ്ഞിനെ ബാധിപ്പിക്കുന്നത്? നീ വക്കീലാണല്ലേ? അത് പിന്നെ എന്താ താനൊന്ന് പരുകുന്നേ? ഡോ, താൻ ശരിക്കും വക്കീലാണോ അതോ ഗുമസ്തനാണോ? നിങ്ങൾ വെറുതെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ആ പോയത് എന്റെ സീനിയറാ, ഞാൻ അദ്ദേഹത്തിന്റെ ജൂനിയറും. എടോ, താൻ ജൂനിയറോ സീനിയറോ എന്തോ ആയിക്കോട്ടെ, സുന്ദറെ ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. ഇപ്പോഴും ആ അതെ, അവന്റെ കൂടെ താനല്ലേ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അപ്പൊ അയാളെ കാണിച്ചു തരാനുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ട്. ഡോ, ഇല്ലെങ്കിൽ താൻ ദുഃഖിക്കേണ്ടി വരും, പറഞ്ഞേക്കാം. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതെ. സുന്ദർ നാളെ ഹൈദരാബാദിൽ വരും. നാളെ കാലത്ത് അയാൾ എന്റെ കൂടെ ഇവിടെ ഉണ്ടാവും. അതുപോലെ ആ ഉണ്ടാവണം. ദേ, ഇനി ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായ പിന്നെ സുശീല ആരാണെന്ന് താൻ അറിയും. താൻ എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? മന്ദബുദ്ധികളാണെന്നോ അതോ പറ്റിക്കപ്പെട്ട മിണ്ടാതിരിക്കുമെന്നോ? ആ